നൈസായിട്ട് ലോറി കടന്നു പോയതിനു ശേഷം ഒന്നും ശേഷിപ്പിക്കരുത്. നിന്റെ കാര്യത്തിലല്ലേലും എനിക്ക് നല്ല ഉറപ്പാ. ലോറി ഇടിച്ച് കഥ കഴിക്കാൻ മിടുക്കനാണല്ലോ നീ. ഇത് 1 ലക്ഷം രൂപ അഡ്വാൻസ് ഉണ്ട്. നിന്റെ വളയം പിടിക്കൽ ലക്ഷ്യം കണ്ടാൽ പറഞ്ഞ തുകയും ഒരു ടിപ്പർ ലോറി ഞാൻ നിനക്ക് തരും. കൊല്ലണം. ഇപ്പോ ടിപ്പർ ലോറി ഇടിച്ച ആൾക്കാർ മരിക്കുന്നത് സർവ്വസാധാരണമാണല്ലോ. രാഗി വരുന്നുണ്ട്. അവള് നിന്നെ കാണണ്ട. നീ അങ്ങോട്ട് മാറി നിന്നോ. ആ പറയടോ. ഇനിയിപ്പോ അതിന് മാറ്റമൊന്നുമില്ല. ആരെ കൊല്ലുന്ന കാര്യാ സാഗർ പറയുന്നേ? ഒരു മിനിറ്റ്. അതേടോ, ജീവന് ഭീഷണിയാണെങ്കിൽ വന്യമൃഗങ്ങളെ കൊല്ലുക തന്നെ വേണം. എത്ര പേരാ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്? അതിനെയൊക്കെ കൊല്ലുക തന്നെ വേണം. നമുക്ക് വൈകിട്ട് കാണാം. ശരി. ഞാൻ നമ്മുടെ സിയാദിനോട് സംസാരിക്കുകയായിരുന്നു. കാട്ടുമൃഗങ്ങളൊക്കെ നാട്ടിലിറങ്ങി മനുഷ്യരെയൊക്കെ കൊന്നോണ്ടിരിക്കുകയല്ലേ. അതിനെയൊക്കെ കൊല്ലണമെന്നാ ഞാൻ പറഞ്ഞോണ്ടിരുന്നത്. ഞാനങ്ങ് വിശ്വസിച്ചു എന്നൊന്നും കരുതണ്ട. സാഗറെ, ആരെയും കൊല്ലാനും തിന്നാനും ഒന്നും പോണ്ട. പഴയ ഗുണ്ടാപ്പണിയൊക്കെ അങ്ങ് നിർത്തിക്കോണം. അതൊക്കെ ഞാൻ എന്തേ നിർത്തി. എന്റെ പൊന്നെ രാഗി, ദേഷ്യപ്പെടാതെ. അങ്ങനെ ഒരു ഗുണ്ടായുസത്തിനൊന്നും ഞാൻ പോവില്ല. എന്റെ രാഗിയാണ് സത്യം. അവക്ക് വരാൻ കണ്ടൊരു സമയം. വാടാ. എന്ത് വന്നാലും ദിയമോളെ തീർത്തിരിക്കണം. അവള് നാളത്തെ സൂര്യോദയം കാണരുത്. ഏറ്റു. നിക്ക്. ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണം. അഥവാ നിങ്ങളുടെ ശ്രമം പരാജയപ്പെട്ടു എന്നിരിക്കട്ടെ. അങ്ങനെ വന്നാ ജഗൻ നിങ്ങളെ തേടി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഒരിക്കലും എന്റെ പേര് പറയരുത്. ദിയമോളെ കൊല്ലാൻ ഏൽപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ആനന്ദവല്ലിയെന്നോ കരുണാകര കുറുപ്പാണെന്നോ പറയണം. ശരി സാർ. എന്നാ കേട്ടോ. മാനത്തെ കൊട്ടാരം